السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين، وبعد. عباد الله، أوصيكم وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അല്ലാഹു തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എപ്പോഴും നമ്മെ അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കട്ടെ. ആമീൻ. UAE സമയം 2 മണിക്കാണ് നമ്മുടെ ഈ ഫിഖ്ഹ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സമയമെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസലാം ബാഖവിയുടെ പ്രസംഗം റെക്കോർഡ് ഇവിടെ പ്ലേ ചെയ്യായിരുന്നു. അത് കഴിയട്ടെ, എന്നിട്ട് മൈക്ക് എടുക്കാം എന്ന് കരുതിയിട്ടാണ് 1/4 മണിക്കൂർ താമസിച്ചത്. ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞു. വളരെ രസകരമായ എന്നാൽ സന്ദർഭോചിതമായ ഒരു പ്രസംഗവുമാണ് നമ്മുടെ ഇസ്മായിൽ അരീക്കാട് ഇവിടെ പ്ലേ ചെയ്തത്. വിശുദ്ധ റമദാന്റെ പടിമുറ്റത്ത് നിൽക്കുന്ന ഈ സമയത്ത് വളരെ അനുയോജ്യമായ പ്രസംഗം ആണത്. അപ്പൊ അത് ധാരാളം വിഷയങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. റമദാനിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന വിഷയങ്ങളൊക്കെ, പ്രത്യേകിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹിക്കൊക്കെ ജമാഅത്തിന് പങ്കെടുത്ത് എന്നിട്ട് സുബഹി നിസ്കരിച്ച ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് ദിക്റുകളും ഖുർആൻ ഓതിക്കൊണ്ട് ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും അതുപോലെ ഇസ്തിഗ്ഫാറും സ്വലാത്തും ഒക്കെ നടത്തിക്കൊണ്ട് ളുഹാ സമയം വരേക്കും അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് ളുഹാ നിസ്കരിച്ചിട്ട് ഇറങ്ങുക. എന്നാൽ ഒരു പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ട് എന്ന് സഹീഹായ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ആ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മെ. സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോവുക, എന്നിട്ട് സുബഹി നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ തന്നെ അവിടെ ഇരിക്കുക. എന്നിട്ട് ഖുർആൻ ഓതുക, അല്ലേ? ഖുർആനൊക്കെ ഓതുക, ദിക്റുകളൊക്കെ ചെല്ലുക, തസ്ബീഹുകളും മറ്റൊക്കെ ചെല്ലിട്ട് സുബ്ഹാൻ നിസ്കാരം കഴിഞ്ഞ ശേഷം പള്ളിയിൽ നിന്ന് പോരുക. എന്നാൽ പൂർണ്ണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ഉണ്ട് എന്ന് സഹീഹായ ഹദീസിൽ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്നും വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന വിഷയം തന്നെയാണ്. റമദാനിക്ക് മാത്രമല്ല, ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ സാധിക്കുന്ന വിഷയം തന്നെയാണ്. ജമാഅത്ത് കഴിഞ്ഞ ശേഷം പള്ളിയിൽ തന്നെ അവിടെ ഇരിക്കുന്നിട്ട് ഏകദേശം ഒരു ജുസ് ഒക്കെ ഖുർആൻ ഓതുക, അല്ലെ? ഒരു ജുസ് ഖുർആൻ ഓതുമ്പോഴേക്കും ഒരു അരമണിക്കൂറൊക്കെ ആവും. പിന്നെ കുറച്ച് തസ്ബീഹും പിന്നെ തഹ്ലീലും പിന്നെ ഇസ്തിഗ്ഫാറും കുറച്ച് സലാത്തൊക്കെ ചെല്ലുമ്പോഴേക്കും സൂര്യ ഉദിച്ചിട്ടുണ്ടാവും. സൂര്യ ഉദിക്കൽ കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാന്റെ സമയമായി. അങ്ങനെ 2 റക്അത്തോ 4 റക്അത്തോ, ഏറ്റവും ചുരുങ്ങിയ 4 റക്അത്ത് ളുഹ നിസ്കരിക്കാൻ അല്ലേ? ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്താണല്ലോ ളുഹ. അധികരിച്ചാൽ 8 റക്അത്താ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയതും അല്ല ഏറ്റവും അധികരിച്ചതും അല്ലാത്ത ഒരു എണ്ണമാണ് ഒരു 4 റക്അത്ത്. അപ്പോൾ 4 റക്അത്തെങ്കിലും ളുഹ നിസ്കരിക്കുക. ഈ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ കൂലിയുണ്ട്. ഏത്? ഒരു പൂർണ്ണമായ ഹജ്ജോ ഉംറയോ ചെയ്ത കൂലി 2 റക്അത്താണെങ്കിലും ഉണ്ട്. 2 റക്അത്ത് നിസ്കരിക്കണക്ക് ഇനി 2 റക്അത്ത് കൂടി നിസ്കരിക്കാട്ട് പണിയുണ്ടാണ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അങ്ങനെ ഇപ്പൊ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിലല്ലേ, എല്ലാ ദിവസവും ഇപ്പൊ അങ്ങനെ ചെയ്യാണ് എത്ര പ്രയാസമുള്ള വിഷയമൊന്നുമല്ലല്ലോ. എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോ പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുകയാണ്. അങ്ങനെ തന്നെയല്ലേ മീസാനിലെ ഹസനാത്തിന്റെ ഭാഗത്തിന്റെ ഭാരം നൽകൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ മഹ്ശറിൽ ചെന്നാൽ നമ്മുടെ അമലുകളൊക്കെ തൂക്കുമ്പോ ഹസനാത്തിന്റെ ഭാഗത്തിന് വമ്പിച്ച മുൻതൂക്കം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്കാണ് കടക്കാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു റബ്ബി. ഒരാൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ ഒരു സുഹൃത്തിന്റെ കുറച്ച് പൈസ കടയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇത് കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണം. 9000 ദിർഹം. റഹ്മാനായ റബ്ബേ, 9000 ദിർഹം എന്ന് പറയുമ്പോൾ ഇന്ത്യന്റെ ഒരു 1.5 ലക്ഷം റുപ്യാണ് പല. അത് നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത് കടയിൽ നിന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് തിരിച്ചു നൽകട്ടെ. ആ സംഖ്യ അല്ലെങ്കിൽ ഇനി അത് അള്ളാഹു ആ വിഷയം പരിഹരിക്കട്ടെ. പ്രയാസമൊന്നും കൂടാതെ തന്നെ അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രീതിയിൽ ആ വിഷയം
പരിഹരിച്ചു കൊടുക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നലെ നമ്മള് വിശുദ്ധ റമളാനെ സംബന്ധിച്ചും റമളാനിലെ നോമ്പിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നോമ്പ് നിർബന്ധമാവൽ എങ്ങനെയാണ് എന്നൊക്കെ വിഷയം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ശഅബാൻ 29 രാത്രി 29 സൂര്യൻ അസ്തമിച്ചു 30 രാത്രി മാസം കണ്ടാൽ പിറ്റേ ദിവസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് അല്ലേ? അതല്ലെങ്കിലോ ഇനി ഖാദി വിധിച്ചു നിൽക്കുക, ഖാദിന്റെ അടുക്ക സ്ഥിരപ്പെട്ടു. ഏത് 29 അന്ന് 29 പകൽ അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ച് അങ്ങനെ ആ 30 രാത്രി അന്ന് മാസം കണ്ടതായിട്ട് ഖാദിന്റെ അടുക്ക സ്ഥിരപ്പെട്ടു. അങ്ങനെ ഖാദി വിധിച്ചു. എന്നാൽ ആ ഖാദിന്റെ മഹല്ലിലുള്ള ആളുകൾക്കൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിലോ 29 മാസം കാണുകയും ചെയ്തില്ല, ഖാദി വിധിക്കുകയും ചെയ്തിട്ടില്ല, എന്നാൽ ശഅബാൻ 30 പൂർത്തിയായി, പിറ്റേ ദിവസം നോമ്പ് നോൽക്കല്. പിന്നെ അവിടെ ഖാദി വിധിക്കൊന്നും വേണ്ട, ഇനി മാസം കാണും വേണ്ട, കാരണം ശഅബാൻ 30 പൂർത്തിയായല്ലോ. അപ്പൊ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്, പിറ്റേ ദിവസം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. അപ്പോ അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. വഇദാ റുഇയ ബിബലദിൻ, ഇനി ഒരു രാജ്യത്ത് മാസം കണ്ടു, ലസിമ ഹുക്മുഹു അൽ ബലദൽ ഖരീബ ദൂനൽ ബഈദി ഫിൽ അസഹീന, ആ രാജ്യത്തിന്റെ അടുത്തുള്ള രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ്. ഒരു രാജ്യത്ത് മാസം കണ്ടു നിൽക്കുക, എന്നാല് അവിടെ ആ ഒരു മഹലില് മാസം കണ്ട ആ മഹലില് മാത്രമല്ല, പിന്നെയോ അതിന്റെ അടുത്ത പ്രദേശങ്ങളിലും ഉള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഒരു സ്ഥലത്ത് മാസം കണ്ടാൽ ആ നേരെ മറിച്ച് ദൂരമുള്ള ആളുകൾക്കോ അത് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല. എങ്ങനെയാ ഈ ദൂരവും പിന്നെ അടുത്തതൊക്കെ തീരുമാനിക്കൽ എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് മാസം കണ്ടു, ആ സ്ഥലത്ത് നിന്ന് 132 കിലോമീറ്റർ ദൂരെ 132 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ദൂരവും ദൂരമില്ലായ്മയും പരിഗണിക്കേണ്ടത് പിന്നെ ഖസറിന്റെ വഴിദൂരം കൊണ്ടാണ്. ഖസറിന്റെ വഴിദൂരം എത്രയാണ്? ഖസറാക്കാൻ പറ്റുന്ന വഴിദൂരം 132 കിലോമീറ്റർ ആണല്ലോ. ജമ്മു ഖസറൊക്കെ അതിന് പറ്റുന്നത് വഴിദൂരം 132 കിലോമീറ്റർ ആണ്. അപ്പൊ 132 കിലോ ഒരു സ്ഥലത്ത് മാസം കണ്ട് അതിന്റെ ആ സ്ഥലത്ത് നിന്ന് 132 കിലോമീറ്റർ ദൂരമുള്ള 132 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള ആളുകൾക്കൊക്കെ പിന്നെ ആ നിയമം ബാധകമാണ് എന്നൊരു അഭിപ്രായം. അതല്ല അവിടെ പ്രബലമായ അഭിപ്രായം. ഒരു സ്ഥലത്ത് മാസം കണ്ടു, ആ സ്ഥലത്ത് എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് അതേ സമയത്ത് ഉദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഉദയാസ്തമന സമയമാണ് സ്വീകരിക്കേണ്ടത്. അതാണ് പ്രബലമായ അഭിപ്രായം. ഒരു സ്ഥലത്ത് മാസം കോഴിക്കോട് കടപ്പുറത്ത് മാസം കണ്ടു നിൽക്കുക. അപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് സൂര്യൻ അസ്തമിച്ച അതേ സമയത്ത് സൂര്യൻ അസ്തമിച്ച ഏതെല്ലാം സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ ആ നിയമം ബാധകമാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 6:35 കോഴിക്കോട് മാസം കണ്ട ആ കടപ്പുറമല്ലോ, അവിടെ 6:35 സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പോൾ ഈ 6:35 സൂര്യൻ അസ്തമിക്കുന്ന വേറെ സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും? ഇപ്പത് അത് തിരൂര്, കുറ്റിപ്പുറം, ചങ്ങരംകുളം, കുന്നംകുളം അല്ലേ, അങ്ങോട്ട് വടകര, കണ്ണൂര്, കാസർഗോഡ്, ഇവിടൊക്കെ ആ സമയത്ത് തന്നെ ആയിരിക്കും. അപ്പൊ അതേ സമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന ആ രാജ്യങ്ങളിലൊക്കെ ഇത് ഈ നിയമം ബാധകമാണ് എന്നാണ്. നേരെ മറിച്ച് ആ സമയത്ത് അല്ല സൂര്യൻ അസ്തമിക്കുന്നത്, ആ സമയം കഴിഞ്ഞ ശേഷം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം, കോഴിക്കോട് സൂര്യൻ അസ്തമിക്കണം, അതേ സമയത്ത് തിരുവനന്തപുരത്ത് സൂര്യൻ അസ്തമിക്കൂല, കുറച്ചും കൂടി കഴിയും അല്ലേ? അങ്ങനെയാണെങ്കിലോ അവർക്കത് ആ നിയമം ബാധകല്ലേനും. അതാണ് മസാഫത്തുൽ ബഈദി മസാഫത്തുൽ ഖസ്രി വഖീല അൽ ബഈദു ബിഖ്തിലാഫിൽ മതാലിഇ ഖുൽതു അൽ ഹാദാ അസഹു അല്ലാഹു അഅലം. അപ്പോ അങ്ങനെയാണ്. ഇതാലം നൂജിബ്, അപ്പൊ നമ്മളിപ്പോ എന്ത് പറഞ്ഞപ്പോടെ ഒരു സ്ഥലത്ത് മാസം കണ്ടു, ആ അവിടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എവിടൊക്കെയാണോ സൂര്യൻ അസ്തമിക്കുന്നത് ആ രാജ്യങ്ങളിലൊക്കെ ആ നിയമം ബാധകമാണ്, അവിടൊക്കെ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനേക്കാളും അപ്പുറം ദൂരമുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധവും ഇല്ല. അങ്ങനെ വഇദാലം നൂജിബ് അല അഹ്ലിൽ ബലദിൽ ആഖരി, മറ്റേ രാജ്യക്കാർക്ക് നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല.
എന്നുവെച്ചാല് അതിന്റെ ഈ സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തല്ല സൂര്യൻ അസ്തമിക്കുന്നത്, അങ്ങനത്തെ രാജ്യക്കാരാണ്. അങ്ങനെ എന്ത് ചെയ്ത്, അങ്ങനെ ഒരാള് ഫസാഫറ ഇലൈഹി മിൻ ബലദി റുയത്തി, മാസം കണ്ട സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഒരാൾ യാത്ര ചെയ്തു. ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോട് മാസം കണ്ടിട്ടുണ്ട്. കോഴിക്കോട് മാസം കണ്ടാൽ തിരുവനന്തപുരത്തുകാർക്ക് നോമ്പ് നോൽക്കാൻ നിർബന്ധം ഇല്ല. കാരണം കോഴിക്കോട് സൂര്യൻ അസ്തമിക്കലും തിരുവനന്തപുരത്ത് സൂര്യൻ അസ്തമിക്കലും രണ്ട് സമയത്താണ്. അങ്ങനെ ഒരാൾ എന്ത് ചെയ്ത്, കോഴിക്കോട് നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയി. കോഴിക്കോട് നിന്ന് മാസം കണ്ടതിന് ശേഷമായി ഒരാൾ എന്ത് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോയി. ഫസാഫറ ഇലൈഹി മിൻ ബലദി റുയത്തി, മാസം കണ്ട സ്ഥലത്ത് നിന്ന് മാസം കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഒരാൾ യാത്ര പോയി. എന്നാൽ ഫൽ അസ്സഹു അന്നഹു യുവാഫിഖുഹും ഫിസ്സൗമി ആഖിറൻ, അപ്പോൾ അവസാനത്തെ ദിവസം നോക്കണം ട്ടാ. കോഴിക്കോട് നിന്ന് മാസം കണ്ടില്ലേ, പിറ്റേസം നോമ്പാണ് കോഴിക്കോട്ടുകാർക്ക്. അങ്ങനെ ഇയാൾ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പിറ്റേസം നോമ്പില്ല നിൽക്കുന്നാലോ, അവിടെ അതല്ല വിഷയം. ഈ കോഴിക്കോട്ടുകാർക്ക് 30 ആയ ദിവസം തിരുവനന്തപുരത്തുകാർക്ക് അപ്പൊ 29 ആയിരിക്കും അല്ലേ അവസാനത്തെ ദിവസം. കോഴിക്കോട്ടുകാർക്ക് 30 അന്ന് തിരുവനന്തപുരത്തുകാർക്ക് 29 ആയിരിക്കും. കാരണം അവരൊരു ദിവസം കഴിഞ്ഞിട്ടാണ് അവർ നോമ്പ് തുടങ്ങിക്കുന്നത്. അപ്പൊ കോഴിക്കോട്ടുകാരന്റെ 30 തിരുവനന്തപുരത്തുകാരന്റെ 29 കോഴിക്കോട്ടുകാരന്റെ പെരുന്നാൾ ദിവസമാണ് തിരുവനന്തപുരത്തുകാരന്റെ 30ാമത്തെ ദിവസം. എന്നാൽ ഇന്നഹു യുവാഫിഖുഹും ഫിസ്സൗമി ആഖിറൻ, അവസാനത്തെ ദിവസം തിരുവനന്തപുരത്തുകാരുടെ കൂടെ ഇവനും നോമ്പ് നോക്കണം. അത് ഇവന്റെ 31ാമത്തെ ദിവസമാണെങ്കിലും ശരി. കോഴിക്കോട്ട് നിന്ന് പോയതാണ് തിരുവനന്തപുരത്തേക്ക് അല്ലേ. തിരുവനന്തപുരത്തുകാരൻ നോമ്പ് നോക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ കോഴിക്കോട്ടുകാരൻ നോമ്പ് നോൽക്കൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ 30 നോമ്പ് നോൽക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം അവന് 31ാമത്തെ ദിവസമാണ്. അപ്പൊ തിരുവനന്തപുരത്തുകാർക്കാണില്ലേ 30ാമത്തെ ദിവസമാണ്, അവർക്കന്ന് നോമ്പാണ്. അപ്പോൾ ഇവനോ, ഈ തിരുവനന്തപുരത്ത് എത്തി ഇവനും അന്ന് നോമ്പ് നോൽക്കണം എന്നാ. അവന്റെ 31ാമത്തെ ദിവസമാണ് എങ്കിലും ശരി അവൻ നോമ്പ് നോൽക്കണം. അതാ അന്നഹു യുവാഫിഖുഹും ഫിസ്സൗമി ആഖിറൻ ലിഅന്നഹു സാറ മിൻഹും. അതിന് കാരണം അതാണ്, ഇവൻ അവിടത്തുകാരനായി മാറിയിട്ടുണ്ട്. അവിടത്തുകാരനാവുമ്പോൾ പിന്നെ അവിടുത്തെ നിയമമാണ് ഇവന് ബാധകം. വമൻ സാഫറ മിൻ ബലദിൽ ആഖിരി, ഇനി തിരുവനന്തപുരത്ത് നിന്ന് ഇവൻ കോഴിക്കോട്ട് ഇങ്ങോട്ട് വന്ന് എന്നാലോ, തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് ഇങ്ങോട്ട് വന്നാലോ, അപ്പോ അല്ലേ തിരുവനന്തപുരത്ത് നിന്ന് അവൻ കോഴിക്കോട്ടേക്ക് വന്ന്, അപ്പൊ ഇവന്റെ 30ാമത്തെ ദിവസം, തിരുവനന്തപുരത്തുകാരനായ ഇവന്റെ 30ാമത്തെ ദിവസം അവനക്ക് നോമ്പാണ് അല്ലേ. അന്ന് കോഴിക്കോട്ടുകാരന് പെരുന്നാളുമാണ്. മനസ്സിലാണില്ലേ? തിരുവനന്തപുരത്തുകാരൻ കോഴിക്കോട്ട് ഇങ്ങോട്ട് വന്നിക്കാണേ, അപ്പൊ തിരുവനന്തപുരത്തുകാരന് അന്ന് 30ാമത്തെ ദിവസം, തിരുവനന്തപുരത്തുകാരന്റെ 30ാമത്തെ ദിവസം കോഴിക്കോട്ടുകാരന് പെരുന്നാൾ ദിവസം. കാരണം 30 ദിവസം തലേദിവസം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ പെരുന്നാളാണ്. എന്നാലോ, അപ്പൊ അതാണ് നോമ്പില്ലാത്ത ആ സ്ഥലത്ത് നിന്ന് നോമ്പ് ആദ്യം ഉണ്ടായ സ്ഥലത്തേക്ക് ഒരാൾ വന്നു. എന്നാൽ അയ്യതമഴഹും, ഇവനും എന്ത് ചെയ്യണം, അന്ന് നോമ്പ് എടുക്കാൻ പാടില്ല, അവൻ അവരോട് കൂടെ പെരുന്നാളിൽ കൂടണം. അപ്പൊ തിരുവനന്തപുരത്തുകാരൻ അവന്റെ 30ാമത്തെ നോമ്പിന്റെ ദിവസം കോഴിക്കോട്ട് എത്തി. കോഴിക്കോട്ടുകാരനാണെങ്കിൽ അന്ന് പെരുന്നാളാണ്, അതിന്റെ തലേ ദിവസം അവരുടെ 30 കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അവൻ നോമ്പ് നോൽക്കാൻ പാടില്ല. ആ തിരുവനന്തപുരത്തുകാരൻ അന്ന് നോമ്പ് എടുക്കാൻ പാടില്ല, അവൻ അന്ന് പെരുന്നാൾ കഴിക്കണം. അയ്യതമഴക്കും, അവരോട് കൂടെ അവൻ പെരുന്നാൾ കഴിക്കണം. അപ്പൊ അവനിപ്പോ അവിടെ 29 നോമ്പേ നോറ്റിട്ടുള്ളൂ അല്ലേ. ഈ തിരുവനന്തപുരത്തുകാരൻ 29 നോമ്പേ നോറ്റിട്ടുള്ളൂ. എന്നാലോ, എന്നാ ഒരു ദിവസം കള്ളാവ് വീട്ടണ്ട, വേണ്ട, ഒരു ദിവസം കള്ളാവ് വീട്ടണ്ട, അവനക്ക് അവിടെ 29 നോമ്പ് നോറ്റാൽ മതി. നേരെ മറിച്ച് അവൻ 28 നോമ്പേ നോറ്റിട്ടുള്ളൂ നിൽക്കുക. നേരെ മറിച്ച് അവൻ 28 നോമ്പേ തിരുവനന്തപുരത്തുകാരൻ നോറ്റിട്ടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ തിരുവനന്തപുരത്തുകാരന്റെ 29ാമത്തെ ദിവസം കോഴിക്കോട്ട് എത്തിവെക്കുമ്പോ കോഴിക്കോട്ട് അന്ന് കോഴിക്കോട് പെരുന്നാളാ. അപ്പൊ അവരുടെ കൂടെ അവൻ എന്ത് ചെയ്യണം, പെരുന്നാൾ കഴിക്കണം. അപ്പൊ അവൻ എത്ര നോമ്പേ നോറ്റുള്ളൂ? 28 നോമ്പേ നോറ്റുള്ളൂ അല്ലേ. 29ാമത്തെ ദിവസം ഇവിടെ പെരുന്നാളാണല്ലോ.
അപ്പൊ അവൻ 28 നോമ്പേ നോട്ടുള്ളൂ. അപ്പൊ അവൻ അന്ന് പെരുന്നാൾ കഴിക്കണം, പിന്നീട് ഒരു നോമ്പ് ഖളാ വീട്ടുകയും വേണം. മനസ്സിലായല്ലേ? ആ അപ്പൊ നോമ്പ് തിരുവനന്തപുരത്തുകാരൻ അവന്റെ 30ാമത്തെ ദിവസമാണ് കോഴിക്കോട്ട് എത്തുന്നത്. അന്ന് കോഴിക്കോട്ടുകാരുടെ നോമ്പാണ് എങ്കിൽ അവൻ അവരുടെ കൂടെ പെരുന്നാൾ കഴിക്കണം. അവൻ നോമ്പ് ഖളാ വീട്ടണ്ട. കാരണം അവൻ 29 നോമ്പ് നോറ്റിട്ടുണ്ട്. മാസം അറബി മാസം 29 ഉണ്ടാവും, 30 ഉണ്ടാവും. ഇവൻ 29 നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഇനി മതി. അവൻ ഇവരുടെ കൂടെ പെരുന്നാൾ കഴിക്കണം. അവൻ ഒരു ദിവസം നോമ്പ് ഖളാ വീട്ടണ്ട. നേരെ മറിച്ച് അവന്റെ നോമ്പിന്റെ 29ാമത്തെ ദിവസമാണ് അവൻ കോഴിക്കോട്ട് എത്തുന്നത്. 29ാമത്തെ ദിവസമാണ് കോഴിക്കോട്ട് എത്തുന്നത്. അവനാണ് 28 നോമ്പ് അവൻ നോറ്റിട്ടുണ്ട്. 29ാമത്തെ ദിവസം കോഴിക്കോട്ട് എത്തി നോക്കുമ്പോൾ കോഴിക്കോട്ട് പെരുന്നാളാ. അപ്പോൾ അവരുടെ കൂടെ അവൻ പെരുന്നാളിൽ കൂടണം, അവൻ പെരുന്നാൾ കഴിക്കണം. അന്ന് നോമ്പ് എടുക്കാൻ പാടില്ല, ഹറാമാണ്. ആ നോമ്പ് സഹിയാവുകയും ചെയ്യൂല. അവരുടെ കൂടെ അവൻ പെരുന്നാൾ കൂടുകയും പിന്നെ ഒരു ദിവസം അവൻ നോമ്പ് ഖളാ വീട്ടുകയും വേണം. കാരണം അവൻ 29 നോമ്പ് നോറ്റിട്ടില്ല, 28 നോമ്പേ നോറ്റിട്ടുള്ളൂ. ഒരു മാസം 28 ദിവസം ഒരു മാസത്തിൽ ഉണ്ടാവൂലല്ലോ. 29, 30 അറബി കണക്കിൽ മാസത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് കാരണം. ഇനി ഒരാള് അല്ലേ, അപ്പൊ ഇനി ഒരാൾ എന്ത് ചെയ്ത്, ഇനി ഒരാള് നോമ്പ് ഇല്ലാതെയാണ് ഒരു സ്ഥലത്ത് എത്തുന്നത്. നോമ്പുകാരനായിട്ടല്ല, നോമ്പ് ഇല്ലാതെയാണ് ഒരാൾ ഒരു സ്ഥലത്ത് എത്തുന്നത്. ആ സ്ഥലത്താണെങ്കിലോ അന്ന് നോമ്പാണേനു, അവനാണ് നോമ്പില്ല. എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ ഗൾഫുകാരൊക്കെ നാട്ടിൽ പോകുമ്പോ ഉണ്ടാവും അങ്ങനെ അല്ലേ. ഗൾഫിൽ നോമ്പ് 30 പൂർത്തിയായിട്ടുണ്ട്, പിറ്റേ ദിവസം പെരുന്നാളാണ്. അല്ലെങ്കിൽ 29 പൂർത്തിയായിട്ടുണ്ട്, പിറ്റേ ദിവസം പെരുന്നാളായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഗൾഫില്. അവൻ പെരുന്നാളായിട്ട് അവൻ അങ്ങനെ നാട്ടിൽ ചെന്ന് നോക്കുമ്പോഴോ അവിടെ അന്ന് പെരുന്നാളല്ല, അവിടെ നോമ്പാണ്. ഇവനാണെങ്കിൽ നോമ്പ് നോൽക്കാതെയാണ് അവന്റെ നാട്ടിലേക്ക് അവൻ എത്തുന്നത്. എന്താ നോമ്പ് നോൽക്കാതെത്താൻ കാരണം? നോമ്പ് നോൽക്കാതെത്താൻ കാരണം യാത്രക്കാരനാണ്. പിന്നെ സുബഹിന്റെ മുമ്പായിട്ട് അവൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സുബഹിന്റെ മുമ്പായിട്ട് അവൻ എയർപോർട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലിങ്ങനെ പോണ സമയത്ത് വഴിക്കുന്ന ചായ ഒക്കെ കുടിച്ചു. സുബഹിന്റെ ശേഷം അവന് സുബഹിസ്കാരം കഴിഞ്ഞ് അല്ലേ, അങ്ങനെ പോണ സമയത്ത് സുബഹിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് അവന് ചായ കുടിച്ചിട്ടാണ് ഓൻ്റെ. അപ്പൊ നോമ്പുകാരനല്ലാതെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. എന്നാലോ ഇവനാണെങ്കിൽ 29 നോമ്പ് നോറ്റിട്ടുമുണ്ട്. എന്നാൽ അവൻ അവിടെ ഇനി വീട്ടിലേക്ക് എത്തി അല്ലേ, വീട്ടിലേക്ക് എത്തി, നോമ്പുകാരൻ അല്ലാതെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവിടെ ഇംസാക്ക് നിർബന്ധമാണ്, നോമ്പില്ലല്ലോ. ഓൻ രാവിലെ സുബഹിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇനി നാട്ടിലേക്ക് എത്തിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂല, നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ജിമായ ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. അന്നവിടെ ഇംസാക്ക് നോമ്പുകാരനെ പോലെ കഴിയൽ നിർബന്ധമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. പക്ഷെ അവിടെ പ്രബലമല്ലാത്ത അഭിപ്രായമുണ്ട്, ഇംസാക്കൊന്നും നിർബന്ധമില്ല. അവന് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, നോമ്പ് പുണിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന അഭിപ്രായമുണ്ട്. പ്രബലമല്ലാത്ത അഭിപ്രായമാണ്. മനസ്സിലായിട്ടുണ്ടാവൂല്ലേ? അപ്പൊ നോമ്പുകാരൻ, അപ്പൊ നേരെ മറിച്ച് സുബീന്റെ മുമ്പ് നാട്ടിലെത്തുകയാണെങ്കിലോ അവന്റെ 30 നോമ്പ് പൂർത്തിയായിട്ടുണ്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്ത് സുബഹിന്റെ മുമ്പായിട്ട് അവന്റെ നാട്ടിൽ അവൻ എത്തി. അന്നാണ് നാട്ടിലാണെങ്കിലോ 30ാമത്തെ നോമ്പാണേനും, ഇവനാണെങ്കിലോ 31ാമത്തെ ദിവസമാണ് നോമ്പാണ്. എന്നാൽ അവൻ അന്ന് നോമ്പ് നോൽക്കൽ തന്നെ നിർബന്ധമാണ്. നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാണ്. അത് നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ ഖളാ വീട്ടുകയും വേണം. അതാണ് അവരുടെ പ്രബലമായ പ്രായം. നേരെ മറിച്ച് സുബഹിന്റെ ശേഷമാണ് എത്തിയത്, അവനാണെങ്കിലോ എത്തി നോക്കുമ്പോൾ നോമ്പ് ഇല്ലേനും, രാത്രി ഒന്നും നിയത്ത് വെച്ചിട്ടില്ല, അതല്ലെങ്കിൽ പോണ വഴിക്കുന്നവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പുകാരനല്ലാതെയാണ് അവൻ നാട്ടിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ നോമ്പ് വെൽക്കലല്ല, അവിടെ ഇംസാക്ക് നിർബന്ധമാണ്. നോമ്പുകാരനെ പോലെ കഴിയൽ നിർബന്ധമാണ്. അതാ വമൻ അസ്ബഹ മുഅയ്യിദൻ ഫസാറത് സഫീനതുഹു ഇലാ ബൽദത്തിൻ ബഈദത്തിൻ അഹ്ലുഹാ സിയാമുൻ ഫൽഅസഹു അന്നഹു യുംസികു ബഖിയത്തൽ യൗമി. അപ്പൊ ഇത്രയും മസലത്തിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ്.
മനസ്സിലായി ഉസ്താദെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എണ്ണം എന്താണ് എന്നെയും എന്റെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ളുഹറിന്റെ മുമ്പുള്ള റവാത്തിബ് ളുഹറിന്റെ ശേഷം നിസ്കരിക്കാൻ പറ്റും? ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരം ളുഹറിന്റെ ശേഷം നിസ്കരിച്ചാലും ളുഹർ നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചാലും അത് ഖളാ അല്ല, അത് അദാ തന്നെയാണ്. ഏതൊരു ഫർള് നിസ്കാരത്തിന്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് ആ ഫർള് നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ചാലും അത് ഖളാ അല്ല, അദാ തന്നെയാണ്. പിന്നെ ആ നിസ്കാരം എപ്പോഴേ ഖളാ ആവുള്ളൂ? ആ ഫർള് നിസ്കാരത്തിന്റെ വഖത്ത് ഖളാ ആയെങ്കിലേ അതിന്റെ സുന്നത്തും ഖളാ ആവുള്ളൂ. അപ്പൊ ളുഹറിന്റെ മുമ്പത്തെ സുന്നത്താവട്ടെ ശേഷമുള്ള സുന്നത്താവട്ടെ, ളുഹർ ഖളാ ആയി, അസറായി നിൽക്കുക, എന്നാൽ ളുഹറിന്റെ മുമ്പത്തിന് ശേഷമുള്ള സുന്നത്തൊക്കെ ഖളാ ആയി, അത്രേ ഉള്ളൂ. അതല്ലാതെ പിന്നെ ളുഹറിന്റെ മുമ്പത്തെ സുന്നത്ത് ളുഹർ നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിച്ചു, അല്ലെങ്കിൽ അസറിന്റെ മുമ്പത്തെ സുന്നത്ത് അസർ നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിച്ചു, മഗ്രിബിന്റെ മുമ്പുള്ള രണ്ടൊക്കെ സുന്നത്ത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിച്ചു, എന്നാൽ ഒന്നും അത് ഖളാ അല്ല, അദാ തന്നെയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ അനിയൻ ഒരു സാലിഹായ ഒരു സമസ്തയുടെ അടിയുറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു കുട്ടിയെ കിട്ടുവാൻ ദുആ ചെയ്യണം. നല്ലൊരു ആവശ്യപ്പെടല അല്ലേ? നല്ലൊരു ആവശ്യപ്പെടണം. 5 പെണ്ണിട്ടാലേക്കണ്. അവൻ എന്ത് വേണം? സാലിഹത്തായ സമസ്തക്കാരിയായ ഒരു പെണ്ണ് വേണമെന്നാണ്. സമസ്തക്കാരായ കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരു പെൺകുട്ടിയെ വേണം. നല്ല ചിന്തയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സാലിഹത്തായ സൽസ്വഭാവിനിയായ സൗന്ദര്യവതിയായ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സമസ്തക്കാരിയായ നല്ലൊരു ഇണയെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൊക്കേഷൻ എഴുതിയിട്ടില്ല, ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൊക്കേഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾക്ക് കഴിഞ്ഞ വർഷം അവന്റെ ഭാര്യ നിർബന്ധ സാഹചര്യത്തിൽ വിട്ടുപോയ നോമ്പ് അവൾക്ക് വേണ്ടി നോറ്റ് വീട്ടാൻ പറ്റുമോ? അവൾ ഇപ്പോഴും നോമ്പ് നോറ്റ് വീട്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ആണെങ്കിൽ, മുദ്ദ് കൊടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ ആണെങ്കിൽ PM-ലൂടെ തന്നെ മറുപടി കിട്ടാൻ താല്പര്യപ്പെടുന്നു. ഞാൻ PM-ലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവൻ ടൈം റൂമിൽ ഉണ്ടാവാറില്ല. ഭാര്യക്ക് സുഖമില്ല, പിന്നെ നോമ്പ് നോൽക്കാൻ വയ്യ അല്ലേ? നോമ്പ് നോൽക്കാൻ വയ്യെങ്കിൽ പിന്നെന്താ? ഒരു ആണാവട്ടെ പെണ്ണാവട്ടെ നോമ്പ് നോൽക്കാൻ സാധിക്കൂല. ഈ റംസാനിന് നോമ്പ് നോൽക്കാൻ സാധിക്കൂല. എന്നാ സാധിക്കാത്ത രോഗമുള്ള ആളൊക്കെ എന്നാലും ഇത് അടുത്ത റംസാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടണം. അതാണ് അടുത്ത റംസാന്റെ മുമ്പായിട്ട് ഖളാ കൂട്ടണം. ഈ റംസാനിൽ നോമ്പ് നോൽക്കണ്ട, പിന്നീട് ഖളാ കൂട്ടിയാൽ മതി. എന്നാൽ അതല്ല, ഖളാ കൂട്ടാനും സാധിക്കൂല, അങ്ങനത്തെ രോഗിയാണ്. ഇനി ഒരിക്കലും മരിക്കണതിന്റെ മുമ്പായിട്ട് അത് വീട്ടാൻ സാധിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനത്തെ രോഗിയാണ്. എന്നാ നോമ്പ് നോൽക്കണ്ട. പിന്നെന്ത് ചെയ്താൽ മതി? ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നൽകിയാൽ മാത്രമേ മതി, വേറൊന്നും വേണ്ട. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ വെറും 650 ഗ്രാം അരിയാണ്. ഇനി അളക്കുകയാണെങ്കിൽ ഒരു 820 മില്ലി ലിറ്റർ. 1 കിലോന്റെ താഴെ ഒരു 3/4 കിലോന്റെ മേലായിട്ടുള്ള 3/4 കിലോ വേണ്ട, 3/4 കിലോന്റെ താഴെ 650 ഗ്രാം. 750 ഗ്രാമാണല്ലോ 3/4 കിലോ അല്ലേ? ഇത് 650 ഗ്രാം. 1 ലിറ്ററിന്റെ താഴെ 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ അല്ലേ? ഇത് 820 മില്ലി ലിറ്റർ. അപ്പൊ 1 ലിറ്ററിന്റെ താഴെ, അതാണ് ഇപ്പൊ ഒരു മുദ്ദ് ഭക്ഷണം. അപ്പൊ ഒരു നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ ഒരു മുദ്ദ് ഭക്ഷണ ധാന്യം ഫഖീർ മിസ്കിന്മാർക്ക് കൊടുത്താൽ മതി. ഇനി അതിനും സാധിക്കൂലല്ലേ? ഈ സ്ത്രീക്ക്, ഒരു സ്ത്രീയാണ്, ഇനി സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നോമ്പ് നോൽക്കാനും സാധിക്കൂല, മുദ്ദ് കൊടുക്കാനും സാധിക്കൂല. അത്ര ഫഖീർമാരാണ്. എന്നാലോ ഒന്നും ചെയ്യണ്ടയില്ല, അവിടെ ഒന്നും ചെയ്യണ്ട. നോമ്പ് നോൽക്കും വേണ്ട, മുദ്ദ് കൊടുക്കും വേണ്ട. അയാളങ്ങനെ മരിച്ചു നിൽക്കല്ലേ? അയാൾ മരിച്ചു,
നോമ്പ് നോൽക്കാതെ മുത്ത് കൊടുക്കാതെ ആളങ്ങനെ മരിച്ചു. എന്നാൽ എന്തുണ്ട്, നോമ്പ് നോൽക്കാതെ എന്നല്ല, നോമ്പ് നോറ്റിയില്ല, അത് ഖളാ വീട്ടാൻ സൗകര്യമുള്ളതിനോട് കൂടി ഖളാ വീട്ടിയില്ല, അങ്ങനെ മരിച്ചു നിൽക്കുക. എന്നാൽ എന്ത് ചെയ്യാ, അയാളെ തൊട്ട് അയാളുടെ കുടുംബം, അയാളുടെ അഹലുകാര് പിന്നെ നോമ്പ് നോൽക്കുകയോ അതല്ലെങ്കിൽ മുദ്ദു കൊടുക്കുകയോ വേണം. അതാ രണ്ടാലൊന്ന് ചെയ്താൽ മതി. അത് നോമ്പ് നോൽക്കാൻ സാധിക്കുന്നതിനോട് കൂടി ഖളാ കൂട്ടാൻ സാധിച്ചിരുന്നു. പക്ഷെ ഖളാ കൂട്ടി കരുതിക്കുട്ടി ഖളാ കൂട്ടിയില്ല. എന്നാലാണ് ഇപ്പോൾ നിർബന്ധമുള്ളത്. അയാൾ മരിച്ചാൽ അയാളുടെ കുടുംബം അയാളെ തൊട്ട് നോമ്പ് നോൽക്കുകയോ അല്ലെങ്കിൽ മുത്ത് കൊടുക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെ സാധിച്ചിട്ട് നോൽക്കാതിരുന്നാലാണ്. നേരെ മറിച്ച് ഈ ചോദ്യകർത്താവ് ഇപ്പൊ അങ്ങനെയല്ല. ഈ ചോദ്യത്തിൽ പറഞ്ഞ ആൾക്ക് നോമ്പ് നോൽക്കാനും സാധിക്കൂല, മരിക്കുന്നവരെ ഖളാ കൂട്ടാൻ സാധിക്കൂല. കാരണം മരിക്കുന്നവരേക്കും അയാൾ രോഗി തന്നെയാണ്. അയാളിന് ഒരിക്കലും ആ രോഗം മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളാണ്. അപ്പൊ അയാൾക്ക് ഖളാ കൂട്ടൽ നിർബന്ധമില്ല. അപ്പൊ അയാൾ മരിച്ചാൽ ഒന്നും ചെയ്യേണ്ടതില്ല. അയാളെ ജീവിതകാലത്തൊന്നും ചെയ്യേണ്ടതില്ല, മരിച്ചാലൊന്നും ചെയ്യേണ്ടതില്ല എന്നർത്ഥം. ഫസ്ലുൻ മൻ ഫാതഹു ശൈഉൻ മിൻ റമളാൻ, ഒരാൾക്ക് റമളാനിൽ നിന്ന് നോമ്പ് നഷ്ടമായി, അങ്ങനെ ഫമാത ഖബല ഇംകാനിൽ ഖളാഇ, ആ നോമ്പ് ഖളാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന്റെ മുമ്പായിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്ത്, എന്നാലോ ഫലാ തദാറുക ലഹു ലിൽ ഫായിതി, അത് ഇനി വീണ്ടെടുക്കൊന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ടയില്ല അവിടെ. വലാ ഇസ്മ ബിഹി, അതുകൊണ്ട് കുറ്റമില്ല. ഇൻ ഫാത ബിഉസ്രിൻ, ഉസ്റോട് കൂടി നഷ്ടപ്പെട്ടതാണെങ്കിൽ അയാൾക്ക് കുറ്റമില്ല. അയാൾക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതാണ്, അത് ഖളാ വീട്ടാൻ സൗകര്യപ്പെടുന്നതിന്റെ മുമ്പായിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്ത്, എന്നാൽ അയാൾക്ക് യാതൊരു കുറ്റവുമില്ല, ഒന്നും ചെയ്യേണ്ടതുമില്ല. അത് അതുപോലെയൊക്കെ മറന്നിൻ ഇസ്തമറ ഇലൽ മൗത്തി, മരണം വരേക്കും നീണ്ടു നിന്ന രോഗം പോലെ. അപ്പൊ അവിടെ നോമ്പ് വെക്കാനും സാധിക്കൂല, ഖളാ വീട്ടാനും സാധിക്കുമല്ലോ. നേരെ മറിച്ച് ഇമ്മാത ബഅദ തമക്കുനി, ഖളാ വീട്ടാൻ സൗകര്യമുണ്ടായിരുന്നു പക്ഷെ ഖളാ വീട്ടില്ല, അങ്ങനെ ആള് മരിച്ചുപോയി. എന്നാൽ യസൂമു അൻഹു വലിയുഹു, അവന്റെ വലിയ, ആ മരിച്ചുപോയ ആളെ വലിയ അവനെ തൊട്ട് നോമ്പ് നോൽക്കണം. അതല്ലെങ്കിലോ യജൂസു ലഹുൽ ഇത്ആമു, ഓരോ ദിവസത്തിന് ഇനി നോമ്പ് നോൽക്കുന്നില്ല എങ്കിൽ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് അങ്ങനെയും കൊടുക്കും ചെയ്യാം. രണ്ടാലൊന്നും ചെയ്താൽ മതി. അതാ ഹദീസിലുണ്ട്, മമ്മാത വഅലൈഹി സിയാമു ശഹ്രിൻ ഫൽയുത്ഇം അൻഹു മക്കാന കുല്ലി യൗമിൻ മിസ്കീന എന്നുണ്ട്. ഒരാൾ മരിച്ചു, നോമ്പ് നിർബന്ധമുള്ള ആളായിരുന്ന ആളെ മരിച്ച്, എന്നാൽ എന്ത് ചെയ്യാ, അയാളെ തൊട്ട് ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകട്ടെ എന്നുണ്ട്. വേറെ ഹദീസിന് ഇങ്ങനെയുണ്ട്, മമ്മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു എന്നുണ്ട് വേറെ ഹദീസിൽ. ആരെങ്കിലും മരിച്ചു, അവന് നോമ്പ് നിർബന്ധമുള്ള ഉണ്ട്, അയാൾ നോമ്പ് ഖളാ വീട്ടാതെ മരിച്ചതാണ്, എന്നാൽ അയാളുടെ വലിയ അയാളെ തൊട്ട് നോമ്പ് നോൽക്കട്ടെ എന്ന് അങ്ങനെ വേറെ ഹദീസുണ്ട്. അപ്പൊ രണ്ടും ചെയ്യാം. വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് ളുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. ആ ളുഹ്റിനോട് അസറിനെ ജംആക്കാമോ? അത് പറ്റും. ഒരാൾ യാത്ര പുറപ്പെടുന്നതേ ളുഹ്ർ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നത്. എന്നാൽ ളുഹ്റും അസറും കൂടി ജമാഅത്ത് നിസ്കരിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് പറ്റൂല. കാരണം വീട്ടിലെ അയാൾ യാത്രക്കാരനല്ല. അയാളുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നാൽ അയാളുടെ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നിട്ടാണ് അയാൾ ളുഹ്ർ നിസ്കരിക്കുന്നത്. വീട്ടിൽ നിന്ന് അയാൾ ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ളുഹ്ർ ആയിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. പക്ഷെ അയാൾ വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിച്ചില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ മഹലിന്റെ അതിർത്തി വിട്ട് കടന്നു. എന്നാൽ അയാൾ ളുഹ്റും അസറും കൂടി ജമാഅത്ത് നിസ്കരിക്കാം, യാതൊരു വിരോധവും ഇല്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആലക്കും പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് പടച്ചോന്
ആലക്കുംപള്ളിയിൽ നിന്ന്. എന്താ സംഭവം എന്നറിയപ്പോ എനിക്ക് അസ്സലാമു അലൈക്കും കൂട്ടിയേറ്റപ്പോ ഉണ്ടായ സംഭവം പോയത്. അതിന്റെ ഇടയിൽ ബേസ് ഇടാതെ അലൈക്കും എന്നിട്ട് അവിടെ ഒരു ഒഴിവുണ്ട് എന്തല്ലേ പള്ളിയിൽ നിന്ന് ഇപ്പൊ പടച്ചോനെ. ഞാൻ പിന്നെ ആലക്കും പള്ളിയിൽ എന്ന് പറഞ്ഞാലേ അങ്ങനല്ല, പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ചതിന് ശേഷം വീട്ടിൽ വന്നു നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടുമ്പോൾ ഭാര്യയ്ക്ക് ഇമാമായി നിസ്കരിക്കാമോ? അതൊക്കെ പറ്റും. ഒരാള് ഒരാളെന്ന് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് വന്ന് ഇയാൾക്ക് നിസ്കാരം ഖളാ ആയതുണ്ട്, നിസ്കാരം ഖളാ വീട്ടാണ്. നിസ്കാരം ഖളാ വീട്ടുമ്പോ അയാളെ തുറന്ന് ഭാര്യ നിസ്കരിച്ചു, എന്നാല് ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടും. കാരണം അദാ ആയി നിസ്കരിക്കുന്നവൻ ഖളാ ആയി നിസ്കരിക്കുന്നതിനെ തുടർന്നാലും ഖളാ ആയി നിസ്കരിക്കുന്നവൻ അദാ ആയി നിസ്കരിക്കുന്നതിനെ തുടർന്നാലൊക്കെ പിന്നെ നിസ്കാരം സഹിയാകുന്ന. അതുപോലെ ഫർദ് നിസ്കരിക്കുന്നവൻ സുന്നത്ത് നിസ്കരിക്കുന്നതിനെ തുടർന്നാല്, സുന്നത്ത് നിസ്കരിക്കുന്നവൻ ഫർദ് നിസ്കരിക്കുന്നതിനെ തുടർന്നാലൊക്കെ നിസ്കരിച്ചാലൊക്കെ നിസ്കാരം സഹിയാകും. ഈ ജമാഅത്തിന്റെ കൂലി കിട്ടുമോന്നാണ്. രണ്ടാലൊന്നിന് ജമാഅത്ത് ശറഅാക്കപ്പെട്ടതാണെങ്കിൽ ജമാഅത്തിന്റെ കൂലിയും കിട്ടും എന്ന് നമ്മുടെ ഫുഖഹാകളിൽ പഠിച്ച ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, അപ്പൊ ഫർദ് നിസ്കാരം രണ്ടാളും ഫർദ് നിസ്കരിക്കാൻ നിൽക്കുക അല്ലേ? ഭാര്യ ഫർദ് അതായ ഫർദാണ് ഭാര്യക്കുള്ളത്, ഇവൻ ഫർദ് നിസ്കാരം ഖളാ വീട്ടുകയാണ്. രണ്ടും ജമാഅത്ത് ശറഅാക്കപ്പെട്ടതാണ് അവിടെ. അപ്പൊ അങ്ങനെ തുടർന്നിട്ടുണ്ടെങ്കിൽ തുടർച്ച സഹിയാകും, ജമാഅത്തിന് കൂലി കിട്ടുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സമസ്തയിൽ നിന്നും ഈ വിഭാഗം, അതായത് AP, ഈ ഫിഖ്ഹി സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ സംഘടനാ വിഷയക്കപ്പെടെ ചോദിക്കണം. അതൊക്കെ രാത്രിയൊക്കെ അതിനെ കുറിച്ച് ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കലല്ലേ. ഏതായാലും എന്താണ്, സമസ്തയിൽ നിന്നും ഈ വിഭാഗം, അതായത് AP വിട്ടുപോയ സമയത്ത് അവരെ എതിർക്കുന്ന കാര്യത്തിലും അവരുടെ മുന്നേറ്റം തടയുന്ന കാര്യത്തിലും സമസ്ത ഒരൽപ്പം പിന്നിലായിരുന്നു. ഇന്ന് SKSSFും സമസ്തയും അവർക്കെതിരിൽ പ്രവർത്തിക്കുന്നത് പോലെ അന്നും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവർ, അതായത് AP വിഭാഗം എത്തിയ ഈ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. ഈ അഭിപ്രായം ശരിയാണോ എന്നാണ്. ഈ അഭിപ്രായം ശരിയാണോ? എന്താ നിങ്ങൾ തോന്നുന്നത്? ഈ 1959 കാലഘട്ടത്തിലെ ഈ AP വിഭാഗത്തെ എതിർക്കുന്ന വിഷയത്തിൽ നമുക്ക് കുറച്ച് ഒരു പാളിച്ച പറ്റി വേണ്ട മാതിരി എതിർത്തിട്ടില്ല. ഇന്ന് സമസ്തയും SKSF ഒക്കെ ചെയ്യുന്നത് പോലെ അന്നനെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര പിന്നെ ഉണ്ടായിരുന്നില്ല എന്ന്. അതല്ല, അന്ന് അത്യാവശ്യമൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1989 കാലത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വയസ്സായ സമയമാണ്, എന്നിട്ടും തന്നെ ഒരുപാട് യോഗങ്ങളിൽ അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KT മാൻ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ നവറുല്ലാഹു മർക്കദഹു, ശംസുൽ ഉലമ നവറുല്ലാഹു മർക്കദ വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ, ഇവരൊക്കെ അവരുടെ ആരോഗ്യമൊന്നും വകവെക്കാതെ നട്ടപ്പാതിരാ സമയത്ത് പല സ്ഥലങ്ങളിലും പിന്നെ പ്രസംഗിച്ച്, പുത്തനത്താണി പ്രസംഗം, അത് കഴിഞ്ഞിട്ട് പിന്നെ വടകര, അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ വേറെ സ്ഥലത്ത്, ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ട് മറ്റൊക്കെ ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വിഷയം ഉണ്ടായത് അങ്ങനല്ല. വിഷയം ഉണ്ടായത് സംഘടനാ സംവിധാനങ്ങളൊക്കെ മറ്റുള്ളവരുടെ കയ്യിലായിരുന്നു. ആ ഒരു പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് SSF എന്ന് പറയുന്ന സംഘടന അല്ലോ അല്ലെ, അതിപ്പോ വിദ്യാർത്ഥി സംഘടനയാണ്. SSF മറ്റേ ഇയാളുടെ കയ്യിലായിരുന്നു അന്ന്. വിദ്യാർത്ഥി സംഘടന, കാരണം അയാളാണ് വലിയ സുന്നി, വേറൊരുക്കൊന്നും സുന്നത്തെ ജമാഅത്ത് പോരാന്ന് വിചാരിച്ചിട്ടേ കുറെ കുട്ടികളൊക്കെ പാട് അയാളെ പിന്നിൽ കൂടി. അങ്ങനെ SSF പൂർണ്ണമായും അവരുടെ കയ്യിലായിരുന്നു. നമുക്കാണെങ്കിലോ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നില്ല. പിടരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥി സംഘടന പൂർണ്ണമായും അയാളുടെ കയ്യിലായിരുന്നു അല്ലേ. അതുപോലെ തന്നെ പത്രമാസികകൾ, അതും അവരുടെ കയ്യിലായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് SKSF രൂപീകരിച്ചു. SKSF രൂപീകരിച്ചിട്ട് കണ്ണും മൂക്കും നോക്കാതല്ലേ, കണ്ണും ചിഞ്ഞാണ്ട് പ്രവർത്തിച്ചു. പിന്നെ നമ്മൾ പത്രമാസികളൊക്കെ നമ്മളൊക്കെ തുടങ്ങി, അങ്ങനെ കുറെയൊക്കെ ഉഷാറായി. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ലൊരു നിലക്കെത്തി. പിന്നെ അതൊന്നല്ല, ഇപ്പോ മറുവിഭാഗത്തിന്
മറുവിഭാഗം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. അതിന് കാരണം നമ്മുടെ സംഘടനാ സംവിധാനം എന്നല്ല, അവർ അള്ളാഹും റസൂലിനെ തൊട്ട് കളിച്ചവര്. അതുണ്ടായത് അത് ബാത്തിലിനെ പരാജയപ്പെടുത്താൻ അള്ളാഹു ഓരോ സബബുണ്ടാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാരണം ഉണ്ടാക്കും ബാത്തിലി കക്ഷികളെ പരാജയപ്പെടുത്താൻ. അപ്പൊ അവർക്ക് അള്ളാഹു ഉണ്ടാക്കിയ സബബാണ് ഒരു മുടി കൊണ്ടുവരാനും തോന്നിയവർക്ക്, അല്ലേ? എന്നിട്ട് വ്യാജ സനത് വായിക്കാനും ഒക്കെ തോന്നിയവർക്ക്. അപ്പൊ അതിന്റെ പൊള്ളത്തരങ്ങളൊക്കെ നമ്മളിങ്ങനെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ തുടങ്ങി. അതിന്റെ മുമ്പിൽ മറ്റുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ മനുഷ്യരുടെ മുമ്പിലേക്ക് മാന്യമായ രീതിയിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥ അവർക്കുണ്ടായി. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു സുന്നത്താണത്. ഒരു ബാത്തിലിനെ പരാജയപ്പെടുത്തുക, അതിന് ഓരോ കാരണം ഉണ്ടാക്കുക, അത് ഒരു തികച്ചും സ്വാഭാവികമായ ഒരു വിഷയം തന്നെയാണ്. അപ്പൊ പോട്ടെ. മരണപ്പെട്ട എന്റെ ഉമ്മയുടെ മേൽ ഉംറ ചെയ്യാൻ പറ്റുമോ? ഞാൻ മുമ്പ് ഉംറ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഉംറ ആണ്. എന്നാ പറ്റൂല. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് ഉംറ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ മരിച്ചുപോയ ഉമ്മാക്ക് ഉംറ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായ ഉംറ അല്ല, നിങ്ങൾ ആദ്യം ചെയ്യണം. വേറൊരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിലും ഉംറ ചെയ്യണമെങ്കിലും ഇയാളുടെ സ്വന്തം ഹജ്ജും ഉംറയും ആദ്യം ചെയ്ത ആൾക്ക് മറ്റൊരാൾക്ക് പകരമായി ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഉംറക്ക് പോയാൽ അങ്ങനെ പറ്റില്ല. ആദ്യം നിങ്ങളുടെ ഉംറ എന്നുള്ള നിലക്ക് നിയത്തിച്ചുകൊണ്ട് ഇഹ്റാം കിട്ടുക. നിങ്ങളുടെ ഉംറ പൂർത്തിയായ ശേഷം പിന്നെ തൻഈമിലോ മറ്റോ പോയിട്ട് പിന്നെ മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഉംറ ചെയ്യാം, ഇഹ്റാം ചെയ്ത് വരിക, അവിടെ അങ്ങനെ ചെയ്യാം. ആദ്യം നിങ്ങളുടെ ഉംറ കഴിക്കണം, നിങ്ങൾ ആദ്യം ഉംറ ചെയ്യാത്ത ആളാണെങ്കിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് 4 ചെറിയ മക്കളാണ്. ചെറിയ മോന് 8 മാസമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗർഭനിരോധന മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം 15 ദിവസമായി മാറിയിട്ടുണ്ട്. സാധാരണയിൽ 7 ദിവസമാണ് ഉണ്ടാകാറ്. ഇത് ഹൈളൈ കൃത്രിമമായത് കൊണ്ട് 7 ദിവസത്തിന് ശേഷം കുളിച്ച് നിസ്കരിക്കേണ്ടതുണ്ടോ? അത് വേണ്ട. ആദ്യം ഈ സ്ത്രീക്ക് ആർത്തവം ഉണ്ടായിരുന്നത് 7 ദിവസമാണ്. പക്ഷേ ചെറിയ മകന് 8 മാസമായിട്ടുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഗർഭം ധരിക്കണ്ടെന്ന് വിചാരിച്ച് ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പോ ഇവളുടെ ഹൈദ് 7 നിന്ന് 15 മാറിയിട്ടുണ്ട്. എല്ലാ മാസവും 15 ദിവസം ഹൈദ് ഉണ്ടാകുന്നുണ്ട് എന്ന്. അപ്പൊ ഇനി ആദ്യം 7 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 ദിവസത്തിന്റെയും അപ്പുറമുള്ളത് കൃത്രിമ ഗുളിക ഉപയോഗിച്ചത് കാരണം പുറപ്പെടുന്ന രക്തമാണല്ലോ. അതുകൊണ്ട് അന്ന് നിസ്കരിക്കണോ? വേണ്ട, നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പറ്റൂല. കാരണം 15 ദിവസം വരേക്കും ഹൈദ് തന്നെയാണ്. അത് മരുന്ന് കഴിച്ചിട്ടാലും വേണ്ടില്ല, എങ്ങനെയാലും ശരി. കാരണം അക്സറുൽ ഹൈദ് ഒരു പെണ്ണിന് ഏറിയാൽ 15 ദിവസം ഹൈദ് ഉണ്ടാവാം. അത് 15 ദിവസം വരേക്കുള്ളത് ഹൈദ് തന്നെയാണ്. അത് അന്ന് നിസ്കരിക്കാൻ പാടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ വളരെ അധികം വിഷമത്തിലാണ്. എന്റെ നാവിന് ക്യാൻസർ ആയിരുന്നു. നഊദുബില്ലാഹ്. ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. പക്ഷേ എന്റെ നാവിന്റെ ഉമിനീർ ഗ്രന്ഥി പൂർണ്ണമായും ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ ബുദ്ധിമുട്ട് ആണ്. നോമ്പ് നോറ്റാൽ ഉമിനീർ പൂർണ്ണമായും വറ്റിയാൽ ഇടയ്ക്ക് വായ കഴുകുവാൻ പറ്റുമോ? അതൊക്കെ പറ്റും. മറുപടി പ്രതീക്ഷിക്കുന്നു. ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അങ്ങനത്തെ മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഏതായാലും ശരി, നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് എങ്കിൽ ഈ രോഗം മാറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് വേറെ ഈ രോഗം സുഖപ്പെടാൻ ബുദ്ധിമുട്ടാകും, താമസം വരും എന്നൊക്കെ ഒരു നീതിമാനായ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത്. നോമ്പ് നോൽക്കൽ ഹറാമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു നീതിമാനായ ഒരു ഡോക്ടർ പറഞ്ഞു എന്ത്, നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങളുടെ രോഗം മാറൂല, അല്ലെങ്കിൽ സുഖപ്പെടാൻ താമസം വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നോമ്പ് നോൽക്കൽ ഹറാമാണ് എന്ന്. കാരണം നിങ്ങളുടെ ശരീരം നശിപ്പിക്കലാട്ടോ, അത് ചെയ്യാൻ പാടില്ല.
പിന്നെ രോഗമൊക്കെ മാറിയതിനു ശേഷം രോഗമൊക്കെ മാറിയതിനു ശേഷം ഖളാ കൂട്ടാൻ സൗകര്യപ്പെടുന്ന ഒരു അവസ്ഥ എത്തി നിൽക്കുക. എന്നാ ഖളാ കൂട്ടണം. ഖളാ കൂട്ടിയാൽ മതി. ഇനി കുറെ റമദാനുകൾ മറിഞ്ഞു പോകൊണ്ട് നിൽക്കുക. അടുത്ത റമദാന്റെ മുമ്പ് ഖളാ കൂട്ടാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴൊക്കെ രോഗം. അപ്പൊന്നും ഖളാ കൂട്ടണ്ട, മുദ്ദ് കൊടുക്കും വേണ്ട. പിന്നീട് എന്നാണോ പൂർണ്ണമായും രോഗം സുഖപ്പെടുന്നത് അന്ന് ഖളാ കൂട്ടിയാൽ മാത്രം മതി. അതുവരേക്കും ഖളാ കൂട്ടാതിരിക്കാനുള്ള കാരണം ഉസ്റുണ്ട്, രോഗം സുഖപ്പെടാത്തതിന്റെ പേരിലാണ്. അപ്പൊ അവിടെ മുദ്ദും കൊടുക്കണ്ട, ഖളാ കൂട്ടിയാൽ മാത്രം മതി പിന്നീട് സുഖമുണ്ടാകുന്ന സമയത്ത്. അത് മസ്അല. ഇനി പിന്നെ നോമ്പ് നോൽക്കാനൊക്കെ ആൾക്ക് സാധിക്കും. പക്ഷെ ഈ ഉമിനീര് പിന്നെ ഇങ്ങനെ വറ്റുന്നത് കാരണം വായ കഴുകാൻ പറ്റുമെന്നാണ്. വായ കഴുകുകയോ ചെയ്യും. ആ കഴുകിയ വെള്ളം കുടിക്കാൻ ഇറങ്ങി പോകരുത്, അത്രേ ഉള്ളൂ. ഇടക്കൊക്കെ വായ കൊപ്പിളിക്കുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല, അതുകൊണ്ട് നോമ്പ് മൂടിയൊന്നുമില്ല. അങ്ങനെ ചെയ്യുക ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകുവാനും മക്കൾ സ്വാലിഹാകുവാനും ഹാഫിളാകുവാനും അവസാനം എല്ലാവർക്കും ഈമാൻ സലാമത്താകുവാനും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു അത് ചിരിക്കരുതല്ല, എല്ലാ കാര്യവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആവശ്യപ്പെടല. അതുകൊണ്ട് ചെറിയ വന്നതാണ്. ഉണ്ടാവുന്ന ചിലത്. ഞാനൊരിക്കൽ ബഹുമാനപ്പെട്ട കക്കിരിപ്പുറം മൂപ്പരോട് മൂപ്പരെടുത്ത് ചെന്നപ്പോ ഞാൻ പറഞ്ഞു, പിന്നെ ഇബാദത്തിന് ഒരു ലദ്ദത്ത് ഉണ്ടാവാനും ദോഷത്തിനെ തൊട്ടൊരു ഇസ്മത്ത് ഉണ്ടാവാനും ഉണ്ടാവും വേണമെന്ന് പറഞ്ഞാൽ ആ മൂപ്പരെ ചിരിച്ചപ്പം അല്ലേ, ഇബാദത്ത് ചെയ്യാനൊരു രസം കിട്ടണം, പിന്നെ ദോഷത്തിനെ തൊട്ടൊരു കാവലും അത് വേണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ മൂപ്പരെ ചിരിച്ചി. അങ്ങനെ മൂപ്പര കാര്യം പറഞ്ഞു. അപ്പോ ഇവിടെ അതെന്താണല്ലേ, ഉസ്താദ് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണം, മക്കളൊക്കെ സാലിഹാവണം, ഹാഫിളാവണം, അവസാനം എല്ലാവർക്കും ഈമാൻ സലാമത്താവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പറഞ്ഞതൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ. നിസ്കാരത്തിലൊക്കെ നല്ല ഖുശൂഉം ഖുളൂഉം ഉള്ള രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹാഫിളീങ്ങളായ മക്കളെയും നൽകട്ടെ. ആമീൻ. എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ഈമാനോട് കൂടി അല്ലാഹു നമ്മെല്ലാവരെയും മരിപ്പിക്കുന്ന സമയത്ത് മരിപ്പിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പ മറ്റന്നാൾ രാവിലെ നാട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്നു. പള്ളിയുടെ ഉദ്ഘാടനം ഉണ്ട്. 21-ന് ക്ലാസ് റൂമിൽ ലൈവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം റാഹത്തായി നടക്കുവാനും ഉപ്പ നാട്ടിൽ പോയി എല്ലാ കാര്യവും റാഹത്തായി ചെയ്യുവാനും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം റാഹത്താക്കി തരട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ മാസത്തിൽ അല്ലാഹു കബൂൽ ആക്കുന്ന ഇബാദത്ത് സമ്പാദിക്കാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റമളാനിൽ അതിന്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ട് ധാരാളം ഇബാദത്ത് ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെയ്യുന്ന ഇബാദത്തൊക്കെ അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടി ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. ആമീൻ. കുട്ടിക്ക് പാലില്ല, എന്താ മനസ്സിലായില്ല? പാലില്ലാത്തതിന് തകർക്കാനാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലൊക്കെ കൊടുക്കട്ടെ. നല്ല ആ കുട്ടിയുടെ അല്ലല്ലേ? ചോദ്യം മനസ്സിലായിട്ട് ചേട്ടാ, എന്താ മനസ്സിലായില്ല? അമീർ ഇരിങ്ങല്ലൂർ, അമീർ റാഹത്തോടെ വീട്ടിലെത്തി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഒരാൾ പിയാൻ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഞങ്ങളെ സ്തുതിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹലറിലും സഫറിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. റാഹത്തും സന്തോഷമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉറങ്ങാത്തവന് തഹജ്ജുദ് നിസ്കാരത്തിന് ഇല്ല. ഉറങ്ങില്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റില്ല. രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, അതാണ് തഹജ്ജുദ് പറഞ്ഞത്. അത്തനഫുലു ലൈലൻ ബഅദ നൗമിയാണ്. രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന
പിന്നെ നിസ്കാരം ഉണ്ടല്ലോ, സുന്നസ്കാരം, അതിനാണ് തഹജ്ജുദ് എന്ന് പറയാം. അപ്പൊ രാത്രി ആ തീരെ ഉറങ്ങിയില്ല നിൽക്കുക, എന്നാൽ അയാൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സംശയത്താൽ ഒരു റക്അത്ത് കൂട്ടി നിസ്കരിച്ചാൽ അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യണം. സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ അപ്പൊ എത്ര റക്അത്ത് നിസ്കരിച്ചത്, 3 or 4 എന്നൊരു സംശയം. അപ്പൊ എത്രയാണ് ചുരുങ്ങിയത് പിടിക്കണം, എന്നിട്ട് പിന്നെ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം എന്നാണ് അതിന്റെ മസാല. അങ്ങനെ നിസ്കരിച്ച് അല്ലേ, നിസ്കരിച്ചാൽ അവിടെ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നിർബന്ധമല്ല, സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തലയിണയിൽ സുജൂദ് ചെയ്താൽ അത് സഹിയാകുമോ? സഹിയാകും. സുജൂദ് സഹിയാണെങ്കിൽ തലയുടെ മേൽ സുജൂദ് ചെയ്തു എന്നാലും സുജൂദൊക്കെ സഹിയാകും. സുജൂദ് സഹിയാവാന് അവന്റെ ചന്തിക്കെട്ടിനേക്കാൾ താഴെ ആയിരിക്കണം അവന്റെ തല. ചന്തിക്കെട്ടുണ്ടല്ലോ, ചന്തി, അതിന്റെ താഴെയായിരിക്കണം തല. ആ രീതിയിൽ തലേന്റെ മേൽ സുജൂദ് ചെയ്താലും വേണ്ടില്ല, എന്തിനു മേൽ സുജൂദ് ചെയ്താലും അത് സുജൂദ് സഹിയാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് ഇംസാക്ക് വേണം? വേണ്ട. ഹൈദ് നിഫാസ് ഉള്ളവർക്കൊന്നും ഇംസാക്കൊന്നും വേണ്ട. ഹൈദ് പെണ്ണേ അവർക്ക് ഇംസാക്കൊന്നും ഇല്ല. ഇംസാക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാത്രക്കാര് പിന്നെ നോമ്പില്ലാത്ത രീതിയിൽ നാട്ടിലെത്തി അല്ലേ, അപ്പൊ അവിടെ ഇംസാക്കും. അല്ലാതെ ഹൈദുള്ള പെണ്ണിനും നിഫാസുള്ള പെണ്ണുങ്ങൾക്കും ഇംസാക്ക് നിർബന്ധമില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വായയുടെ ഒരു ഭാഗം വേദനയാണ്, കുറെ ദിവസമായി ശിഫയാവാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ശിഫ പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങൾ തൊട്ടൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ളുഹ്ർ നിസ്കാരത്തിന് ആദ്യത്തെ റക്അത്ത് മിസ്സായി. 2ാം റക്അത്തിലാണ് ഇമാമിനെ തുടർന്നത്. ഒരു റക്അത്ത് ഖളാ വീട്ടാൻ മറന്നു, ഇമാമിനോടൊപ്പം സലാം വീട്ടി. ഖളാ വീട്ടണം റക്അത്ത് ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കാൻ മറന്നു അർത്ഥം. എന്താണ് സലാം വീട്ടി. എന്നാൽ സഹ്വിന്റെ സുജൂദ് മതിയോ അതോ വീണ്ടും ളുഹ്ർ നിസ്കരിക്കുകയോ? സഹ്വിന്റെ സുജൂദ് പോരാ, പിന്നെന്ത് വേണം അവിടെ പിന്നെ ഇമാമ് സലാം വീട്ടി, അങ്ങനെ ഇവനെന്ത് ചെയ്ത് സലാം വീട്ടി, മറന്നുകൊണ്ട് ഇവൻ സലാം വീട്ടി ഉടനെ തന്നെ ഓർമ്മ വന്നു, അല്ല എനിക്ക് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാണ്ടല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പൊ വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്താൽ മതി, എഴുന്നേറ്റ് സലാം പിന്നെ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാലും മതി, ഒരു റക്അത്തും കൂടി നിസ്കരിച്ചാൽ മതി. നേരെ മറിച്ച് കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്, അല്ല ഞാൻ ഒരു റക്അത്ത് കൂടി നിസ്കരിക്കാണ്ടല്ലോ നിസ്കരിച്ചല്ലോ എന്ന് സമയം കുറെ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത്. അപ്പൊ തന്നെ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചാൽ പോരാ, അവിടെ ളുഹ്ർ ഒന്നുകൂടി മടക്കി നിസ്കരിക്കുകയും വേണം. സലാം വീട്ടിയ ഉടനെ തന്നെ ഓർമ്മ വന്നാൽ വേഗം എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുക. ഇനി അതല്ല, സലാം വീട്ടി കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് എങ്കിൽ പിന്നെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം, നിസ്കാരം ആദ്യം മുതൽ നിസ്കരിക്കുകയും വേണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബെഡിൽ നിന്ന് നിസ്കരിക്കാമോ? എന്താണ് അതൊക്കെ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടാവരുത്, അത്രല്ലേ ഉള്ളൂ. അത് ബെഡാരും വേണ്ടില്ല, ഇനി വിരിപ്പാരും വേണ്ടില്ല, പായാരും വേണ്ടില്ല, ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, ആ സ്ഥലം ശുദ്ധിയാവണം, അത്രേ ഉള്ളൂ. ആ കട്ടുമ നിന്നിട്ടും ബെഡിൽ നിന്നിട്ടും വിരിപ്പിൽ നിന്നിട്ടും ഒക്കെ നിസ്കരിക്കാം, ശുദ്ധി വേണം, നജസ് ഉണ്ടാവരുത്, അത്രമാത്രം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, റമളാനിൽ മാത്രം ദുഹാ, തഹജ്ജുദ് എന്നിവ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതൊക്കെ ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റമളാനിൽ മാത്രം ദുഹാ നിസ്കരിക്കുക, റമളാനിൽ മാത്രം തഹജ്ജുദ് നിസ്കരിക്കുക, അതും പറ്റും. നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. എന്നാൽ ഏറ്റവും നല്ലത് ഒരു ഇബാദത്ത് അതിനെ തുടർന്ന് കൊണ്ടുപോകാനാണ് ഏറ്റവും നല്ലത്. തഹജ്ജുദ് നിസ്കരിക്കുകയാണ് എന്നും തഹജ്ജുദ് നിസ്കരിക്കുക, ദുഹാ നിസ്കരിക്കുമ്പോൾ എന്നും നിസ്കരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല
ഒരാൾക്ക് റംസാനിൽ മാത്രമേ സൗകര്യപ്പെടുന്നുള്ളൂ, എന്നാൽ റംസാനിൽ മാത്രം ചെയ്യാം, അതുകൊണ്ട് വിരോധമില്ല എന്ന് മാത്രമല്ല അതിന്റെ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരാൾ 30 നോമ്പ് പിടിച്ച ശേഷം വേറെ സ്ഥലത്ത് പോയപ്പോൾ അവിടെ നോമ്പ് ആവുന്നു. ആ നോമ്പ് പിടിച്ച ശേഷം വേറെ സ്ഥലത്ത് താമസക്കാരനായി പോയപ്പോൾ അവിടെയും നോമ്പ് ആവുന്നു. അതായത് 32 ആമത്തെ നോമ്പ്. അപ്പോൾ എന്ത് ചെയ്യണം? എത്ര ആയാലും വേണ്ടില്ല, 32 എത്ര ആയാലും വേണ്ടില്ല, അങ്ങനെ ഉണ്ടാവൂല. അത് ഒരു സാങ്കല്പികമായ ചോദ്യം. എന്തായാലും നിൽക്കുക, അന്ന് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. ഒരാളെന്ത് ചെയ്ത് സ്ഥലത്ത് എത്തി, അവിടെ സുബഹിന്റെ മുമ്പായിട്ട് എത്തിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് സുബഹിന്റെ മുമ്പായിട്ട് എത്തിയിട്ടുണ്ട്, അവിടെയാണെങ്കിൽ അന്ന് നോമ്പാണ്, എന്നാൽ അവൻ നോമ്പ് നോക്കൽ നിർബന്ധമാണ്. നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. ആ നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ അവൻ അത് ഖളാ കൂട്ടുകയും വേണം. അങ്ങനെ പിന്നെ അവിടുന്ന് അന്ന് നോമ്പ് നോറ്റ് വേറെ സ്ഥലത്ത് പോയി, അന്ന് നോക്കുമ്പോൾ അവിടെ നോമ്പാണ്, അന്ന് അവിടെ നോമ്പാണ്, ഇന്ന് അവിടെ അത് നോമ്പ് നിർബന്ധമാണ്. സുബഹിന്റെ മുമ്പാണ് എത്തുന്നതെങ്കിൽ. നേരെ മറിച്ച് സുബഹിന്റെ ശേഷമാണ് അവൻ ആ സ്ഥലത്ത് എത്തുന്നത്, അവനാണെങ്കിലോ യാത്രക്കാരനാണ്, യാത്രക്കാരൻ നോമ്പ് നോക്കാൻ നിർബന്ധമില്ലല്ലോ. ആ രീതിയിൽ അവൻ വഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് നോമ്പില്ലാതെയാണ് അവിടെ എത്തുന്നത്. എന്നാൽ നോമ്പ് നോൽക്കേണ്ട, ഇംസാക്ക് നിർബന്ധമാണെന്ന പ്രബലമായ അഭിപ്രായം. മഗ്‌രിബാവുന്നവരേക്ക് നോമ്പുകാരനെ പോലെ കഴിയുക, അത് നിർബന്ധമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അവിടെ അങ്ങനെ ഇംസാക്ക് നിർബന്ധമില്ല, അവന് ഭക്ഷണം കഴിക്കാം എന്ന അഭിപ്രായവും ഉണ്ട്. ക്രിക്കറ്റ് പോലത്തെ കളികളെ ഒരു തൊഴിൽ സ്വീകരിച്ച ധനസമ്പാദനം ഹലാലാവുമോ? ഇല്ല, ഹലാലാവൂല, ഹറാമാണ്. ക്രിക്കറ്റ്, പന്ത് കളി, അതൊന്നും ഹലാലായ കളിയല്ല. അതൊരു തൊഴിലായി ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലല്ലാതെ ഹറാമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത്തഹിയ്യാത്ത് മറന്നു 3-ാമത്തെ റക്അത്തിൽ ഓർമ്മ വന്നു, എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടില്ല. ആദ്യത്തെ അത്തഹിയ്യാത്ത് സുന്നത്താണ്, നിർബന്ധമല്ല. 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റതിന് ശേഷമാണ് അത്തഹിയ്യാത്ത് ഓതിട്ടില്ല എന്നറിഞ്ഞത്, ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ അവസാനത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞതിന് ശേഷം സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ, അത് സുന്നത്താണ്, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മനസ്സിലായല്ലേ? ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ല, മറന്നു, 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. ഇനി അവൻ ഇരിക്കാൻ പാടുണ്ടാ? ഇരിക്കാൻ പാടില്ല, ഇരുന്നാ നിസ്കാരം ബാത്തിലാവും. അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടി ഇരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ആദ്യത്തെ അത്തഹിയ്യാത്ത് സുന്നത്താണ്. 3-ാമത്തെ റക്അത്തിൽ എഴുന്നേറ്റുന്നത് അപ്പൊ ഒരു ഫർളാണത്. 3-ാമത്തെ റക്അത്ത് ഫർളാണ് അല്ലേ? അപ്പൊ ഫർള് ഉപേക്ഷിച്ചുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങുക, അത് പാടില്ല, നിസ്കാരം ബാത്തിലാവും. ഇനി അവിടെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ടതില്ല. 3-ാമത്തെ റക്അത്ത് കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതി അല്ലേ? 4-ാമത്തെ റക്അത്ത് എത്ര റക്അത്ത് നിസ്കാരാണെങ്കിൽ അതിന്റെ അവസാനത്തെ അത്തഹിയ്യാത്ത് കഴിഞ്ഞ ശേഷം സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ആദ്യത്തെ അത്തഹിയ്യാത്ത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ സെഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്, അത്രമാത്രം. ഇനി പിന്നെ ഉള്ള ചോദ്യങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് മറുപടി. ഇങ്ങനെ ചോദ്യങ്ങൾ നിൽക്കൂലല്ലോ, ഇതിങ്ങനെ PM ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മറ്റുള്ള ചോദ്യങ്ങൾക്ക് PM-ലൂടെ മറുപടി നൽകാൻ ശ്രമിക്കാം. അതല്ല എങ്കിൽ നാളെ ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് മറുപടി നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഇതുവരേക്കും പറഞ്ഞതും കേട്ടതും ചോദിച്ചതും ഒക്കെ അല്ലാഹു നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന അമലായി ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്തിന് വലിയ ഭാരം നൽകുന്ന അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ കുടുംബമിത്രാദികൾ, അയൽവാസികൾ, സ്നേഹിതന്മാർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ മേൽ ഹഖുള്ളവർ, എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ